കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷ് ഏട്ടനെയും ഹരീഷിനെയും നികേഷിനെയും കാണുന്നത് പോലെ തന്നെയും നിധി ബ്രദറായാണോ കാണുന്നത് എന്ന ടെൻഷൻ സുഭാഷ് ഏട്ടനുമായി പങ്കുവെക്കുക സുധീഷ്. അതുകൾക്ക് സുഭാഷ് ഏട്ടനും പറയുന്നുണ്ട്, ആ കുട്ടിക്ക് കുറച്ച് സമയം കൊടുക്കടാ. നീ അവളെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് അവളെ പറ്റിച്ചിട്ടാ. അതവള് മുഴുവനായിട്ടും ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അതിന് നീ ദൈവത്തോട് നന്ദി പറ. അവളുടെ കാര്യത്തിൽ മറ്റാരെക്കാളും നീയാണ് ശ്രദ്ധിക്കുന്നതെന്ന തോന്നലേ അവൾക്കുണ്ടായി വരട്ടെ. അവളുടെ നിന്നോടുള്ള പെരുമാറ്റം മാറും എന്നൊക്കെ സുഭാഷ് ആശ്വസിപ്പിക്കെ എനിക്ക് തോന്നുന്നില്ലെന്ന് സുധീഷും. എടാ, അവള് നിന്നോടുള്ള ഇഷ്ടത്തിൽ പിശുക്ക് കാണിക്കുന്നുണ്ടെങ്കില് ഒരു കാലത്ത് അത് വാരിക്കോരി തരാൻ എടുത്തു വെക്കുന്നതാണെന്ന് അങ്ങ് വിചാരിക്കെ. അങ്ങനെ വിചാരിച്ച് കാത്തിരിക്കുന്ന സുഭാഷ് ഏട്ടൻ പറയാൻ എത്ര നാള് കാത്തിരിക്കുമെന്നാ എന്ന് സുധീഷും. ഇവന്റെ കാര്യം എന്ന് പറഞ്ഞ് സുഭാഷ് അടുക്കളയിലേക്ക് കയറി പോകുമ്പോഴേക്കും കാത്തിരുന്ന് മരിച്ചു പോവും ഞാൻ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സുധീഷും അവിടുന്ന് പോവുകയാ. അവൻ ദേഷ്യത്തോടെ ഉമ്മറത്തേക്ക് വരുന്നത് കണ്ട് കട്ടിലിരിക്കായിരുന്ന അച്ഛനും കാത്തിരുന്നു എന്ന പാട്ട് പാടുകയാ. അതുകൾക്ക് ദേഷ്യത്തോടെ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ നശിച്ച പാട്ട്, വെറുതെ ചൊറിയാനായിട്ട് എന്ന് പറഞ്ഞവൻ ആ ചാരു കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും അവൻ അതിൽ വീഴുകയാ. ആ കസേരയുടെ വടിയൂരി മാറ്റിയ ഭാസ്കരൻ അതും കയ്യിൽ വെച്ച് അമ്മാനമാടിക്കൊണ്ട് പാട്ട് പാടുകയാ. പിന്നീട് റൂമിലിരുന്ന് പഠിക്കായിരുന്ന നിധിയുടെ അടുത്തേക്ക് നികേഷ് ചെന്ന് എടത്തി നമുക്ക് നോക്കിയാലോന്ന് ചോദിക്കേ. എന്നെ കൊണ്ട് പറ്റുമോ നികേഷേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. വീഴാതെ ഞാൻ നോക്കിക്കോളാന്നേ, എഴുന്നേൽക്ക് വായെന്ന് വിളിച്ച് നികേഷ് അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായി കൊണ്ടുപോവുകയാ. അവർ തളത്തിലെത്തുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന സുധീഷിനെ കണ്ട് ഏട്ടാ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകണേ ബായ് എന്ന് പറഞ്ഞ് നിധിയെയും കൊണ്ട് അവൻ പോവുകയാ. അത് കാണെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും വണ്ടി വാങ്ങിയാ ഞാൻ പുറത്ത്, അനിയ മതി ഇപ്പൊ എല്ലാത്തിനും എന്ന് സുധീഷും പിറുപിറുക്കുന്നുണ്ട്. അച്ഛനും ഉമ്മറത്തെ കട്ടിലിൽ ഇരിപ്പുണ്ട്. നികേഷ് നിധിയെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് വന്ന് എഴുതി ഞാൻ പറയുന്നത് കേട്ടോ, കൂളായിട്ട് അങ്ങ് ഓടിച്ചാ മതി. എഴുതി ഒന്നും പേടിക്കണ്ട എന്നൊക്കെ അവൻ പറയേ. തുണി അലക്കി വിരിക്കുകയായിരുന്ന സുഭാഷും വിളിച്ച് പറയുന്നുണ്ട്, എടാ സൂക്ഷിച്ചോടിക്കണമെന്ന്. സുഭാഷ് ഏട്ടനോട് നികേഷ് ഓക്കെ പറയുമ്പോഴേക്കും ഉമ്മറത്തേക്ക് എത്തുന്ന സുധീഷും അവരെയും ശ്രദ്ധിച്ച് നിൽപ്പാ. അങ്ങനെ നിധിയോട് കയറി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ നികേഷും അവളുടെ പുറകിൽ കയറിയിരിക്കുക. അങ്ങനെ നിധി നികേഷിനെയും കൊണ്ട് ഒരു റൗണ്ട് അടിച്ച് വരുമ്പോഴേക്കും അച്ഛനും സുഭാഷ് ഏട്ടനും നികേഷും എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞ് കൈയടിക്കുകയാ. ദേഷ്യത്തോടെയും പരിഭവത്തോടെയും അവരെ നോക്കി നിൽപ്പാ സുധീഷും. പിന്നീട് നികേഷ് നിധിയോട് തനിയെ ഓടിക്കാനായി പറഞ്ഞ് ഗേറ്റ് വരെ പോയിട്ട് വരാനായി പറയുന്നുണ്ട്. പേടിയോടെ ഞാൻ ഒറ്റയ്ക്കോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എടാ അത് വേണോടാ എന്ന് അച്ഛനും വിളിച്ച് ചോദിക്കേ. എടാ വേണ്ടടാ എന്ന് ടെൻഷനോടെ പെറുപിറുക്കുന്നുണ്ട് സുധീഷും. അങ്ങനെ നിധി ഗേറ്റ് വരെ ഓടിച്ചു പോകുമ്പോഴേക്കും പെട്ടെന്ന് വണ്ടി ചെരിയാൻ പോകെ നിധി നിലത്ത് കാൽകുത്തുമ്പോഴേക്കും നികേഷ് അങ്ങോട്ട് ഓടുമ്പോഴേക്കും ആകാംക്ഷയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്ന സുധീഷും ഉമ്മർത്തുനിന്ന് ഇറങ്ങി ഓടി മുന്നിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നികേഷിനെല്ലാം തള്ളി മാറ്റി നിധിയുടെ അടുത്തേക്ക് ചെന്ന് നിധി വണ്ടി ഓടിക്കുമ്പോഴേ നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം, എന്നിട്ട് ഹാൻഡിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ആയി പിടിച്ച് എന്ന് സുധീഷ് പറഞ്ഞു വരുമ്പോഴേക്കും ഒന്ന് മിണ്ടാതിരിക്കാമോ, ഞാൻ എങ്ങനെയെങ്കിലും ഓടിച്ചോളാം എന്ന് ദേഷ്യത്തോടെ നിധി പറയെ. ഒരു ചിരിയോടെ അവനെ നോക്കി നിൽപ്പാൻ നികേഷും. സുധീഷ് ഇങ്ങനെ നീക്കാതെ ഒന്ന് പോയേ, എനിക്ക് ഓടിക്കാൻ പറ്റില്ല എന്നവൾ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും സുധീഷും ഉമ്മറത്തേക്ക് നടന്നു നീങ്ങുകയാ. നികേഷ് വീണ്ടും അവളെ പഠിപ്പിക്കാനായി തുടങ്ങുമ്പോഴേക്കും ഉമ്മറത്ത് ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന അച്ഛനും അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുക. സുധീഷ് ഉമ്മറത്തേക്ക് വന്ന് അവർ പഠിപ്പിക്കുന്നത് നോക്കി നിൽക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോടാ എന്ന് പരിഹാസത്തോടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിധി തനിയെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുമ്പോഴാണ് ബൈക്കിൽ അങ്ങോട്ട് വന്ന ഹരീഷ് അത് കണ്ട് ആഹാ തനിയെ വണ്ടി ഓടിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കെ സന്തോഷത്തോടെ അവൾ അതേ എന്ന് പറയുന്നുണ്ട്. പിന്നെ സൂപ്പറായില്ലേ ഹരീഷേട്ടാ, എങ്ങനെയുണ്ട് ഏട്ടത്തിയുടെ ഡ്രൈവിംഗ് എന്ന് നികേഷ് ചോദിക്കെ. ഒരു ചെറിയ ആട്ടുണ്ട്, ബാക്കിയെല്ലാം ഓക്കെ എന്ന് ഹരീഷും. നിധിയും പറയുന്നുണ്ട് വണ്ടി എടുക്കുന്നതിന് മുന്നേ എല്ലാം ഓർത്ത് വെക്കും, എടുക്കാൻ തുടങ്ങിയ അപ്പോൾ ടെൻഷൻ ആവുമെന്ന്. അവരെ നോക്കി നിൽക്കുകയായിരുന്ന സുഭാഷ് ഏട്ടനും വിളിച്ച് പറയുന്നുണ്ട് അതൊക്കെ പതുക്കെ മാറിക്കോളും മോളെ എന്ന്. ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന അച്ഛനും അപ്പുറത്ത് തൂണും ചാരി ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ വിളിച്ച് എടാ സുധീഷേ എന്താടാ എന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട്. നികേഷ് വീണ്ടും നിധിയോടായി പറയുന്നുണ്ട് എന്റെ എടുത്തി ഇത് ഇത്രയായില്ലേ, ഇത് തന്നെ ഒരു അച്ചീവ്മെന്റ് അല്ലേ, ഇനി എത്രയും വേഗം റോട്ടിലേക്ക് ഇറങ്ങണമെന്ന്. താങ്ക് യുടാ എന്ന് നിധിയും സന്തോഷത്തോടെ പറയാ. മോളെ ഒരു റൗണ്ട് കൂടി പോയിട്ട് വാ എന്ന് സുഭാഷ് ഏട്ടനും വിളിച്ച് പറയുകയാ. അത് ശരിയാണല്ലോ എടുത്തി, ഒന്നുകൂടി പോയിട്ട് വരൂ എന്ന് നികേഷും. ഹരീഷ് അപ്പോഴേക്കും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്ട്രെയിറ്റ് ആയിരിക്കണം, കോൺഫിഡന്റ് ആയി ഓടിക്കണം, അത് സംബന്ധിച്ച് സ്ട്രെയിറ്റ് ആയിരുന്നേ ഇങ്ങനെയല്ലേ എന്ന് നിധി ചോദിക്കേ. ഓ ഞാനും ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്ന് പരിഭവത്തോടെ സുധീഷും വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അവൾ വണ്ടി ഓടിക്കുമ്പോഴാണ് ചാന്ദിനി അങ്ങോട്ട് വരുന്നത്. ചാന്ദിനി ഹായ് പറയുമ്പോഴേക്കും നിധിയും വണ്ടി നിർത്തിയിറങ്ങി ഹായ് പറഞ്ഞ് വാ ചാന്ദിനി എന്ന് വിളിച്ച് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാ. അതാരാണെന്നോർത്ത് സംശയത്തോടെ നിൽപ്പാ ഹരീഷും നികേഷും അച്ഛനുമെല്ലാം. അവളെ കണ്ട് ചിരിയോടെ സുധീഷും ഉമ്മറത്തിൽ നിറങ്ങുന്നുണ്ട്. അവൾ അങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും ആ സുഖായിരിക്കുന്നോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക.
മേ ടേക്ക് ഹോം എന്നവൾ പറയേ, ഇതേ നമ്മുടെ ബായിയുടെ അനിയത്തിയ ചാന്ദിനി എന്ന് നികേഷിനും ഹരീഷിനുമായി സുഭാഷ് അവളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ നമസ്തേ പറയുമ്പോഴേക്കും ചാന്ദിനിയും നമസ്തേ പറയുകയാ. സുഭാഷ് അവരെ ചാന്ദിനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് താഴെയുള്ള അനിയനാ നികേഷ്, ഇത് ഹരീഷ്, അവനെ പിന്നെ അറിയാലോ എന്ന് സുധീഷിനെ ചൂണ്ടിക്കൊണ്ട് പറയേ. ആ അറിയാമെന്ന് ചാന്ദിനിയും പറയുകയാ. നീ എന്താ തനിയെ ഇങ്ങോട്ടെന്ന് സുഭാഷ് ചോദിക്കേ. അവിനാഷ് ഭയ്യാനെ ബോലാക്കി ആപ്കെ ഘർ പാസ് മേ ഹേ തോ മേനെ ഭയ്യാക്കെ കഹാ മുझे യഹി ചോട്ടെ ദിയേഗാ എന്നവൾ പറയുന്നത് കേൾക്കെ ഒന്നും മനസ്സിലാവാതെ സംശയത്തോടെ നോക്കി നിൽപ്പ സുഭാഷും ഹരീഷും നികേഷുമെല്ലാം. അവരുടെ ആ നിൽപ്പ് കണ്ട് ചിരിയോടെ സുധീഷും ചോദിക്കുന്നുണ്ട്, മനസ്സിലായില്ലല്ലേ? ഹിന്ദി നെഹി മാലു. അവിനാഷ് ഭായിയുമായി ഈ കൂട്ടിൽ യാത്ര പോവുകയായിരുന്നു ബൈക്കില്. ഇവിടെ എത്തിയപ്പോ നമ്മുടെ വീട് ഇവിടെയാണെന്ന് ബയ്യ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയെ ഇവിടെ ഇറക്കിവിടാൻ ബയ്യയോട് ഈ കുട്ടി പറഞ്ഞത്രേ. അല്ല, തിരിച്ചു വരുമ്പോഴേ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവാമെന്ന് ബയ്യ പറഞ്ഞായിരുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഇത്രയൊന്നും ഹിന്ദിയിൽ ഇല്ലായിരുന്നല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അത് പിന്നെ സന്ദർഭം മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി ഞാനൊന്ന് വിശദീകരിച്ചതല്ലേ എന്ന് സുധീഷും. അല്ല, ഇത്രയധികം ഹിന്ദി സുധീഷ് ഏട്ടൻ അറിയോ എന്ന് നികേഷ് ചോദിക്കേ. ചോടാ ചോടാ മാലു, സ്കൂളിലൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതിന് ഇയാളെപ്പള പഠിച്ചതെന്ന് ഹരീഷും ചോദിക്കുന്നു. സുനോ എന്ന് പറഞ്ഞ് സുധീഷ് ചാന്ദിനിയുടെ നേരെ നടക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ നിന്ന് സുനോ എന്ന് പറഞ്ഞവനെ അടക്കി നിർത്തുകയാ നികേഷും. അപ്പോഴേക്കും സുഭാഷ് അവളെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. അവർ ചാന്ദിനിയെയും കൂട്ടി ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും ഉമ്മറത്ത് നിൽക്കുന്ന അച്ഛനെ കാണിച്ചേ. അച്ഛനാ എന്ന് സുഭാഷ് പരിചയപ്പെടുത്തുകയാ. ചാന്ദിനി കൈകൂപ്പി നമസ്തേ പറയുമ്പോഴേക്കും അച്ഛനും കൈകൂപ്പി നമസ്കാർ നമസ്കാർ, ആവോ ആവോ, ഹമാരെ ഗരീബ് ഘർ മേം ആപ്കാ സ്വാഗത് ഹേ എന്നൊക്കെ അച്ഛൻ ഫ്ലുവൻ്റായി ഹിന്ദി പറയുമ്പോഴേക്കും അരെ വാ, ആപ്കോ ബഹുത് അച്ഛാ ഹിന്ദി ബോൾത്തെ ഹേ എന്ന് അത്ഭുതത്തോടെ ചാന്ദിനി പറയേ. ഹിന്ദി തോ ഹമാരാ രാഷ്ട്രഭാഷ ഹെന എന്ന് അച്ഛനും പറയുക. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരു ലോറി ഡ്രൈവർ ആയിരുന്നുവെന്നും അതുകൊണ്ട് ധാരാളം ഭാഷകൾ അറിയാമെന്നും ഭാസ്കരനും ഹിന്ദിയിൽ പറയും. അന്തർ ആന മനാഹേ ആന മനാഹേ എന്ന് സുധീഷ് ചാന്ദിനിയോടായി പറയുക. അതുകൾക്ക് അമ്പരപ്പടയ്ക്കാ എന്ന് ചാന്ദിനി ചോദിക്കേ. ഓ മണ്ട, അതിന്റെ അർത്ഥം അകത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നച്ഛൻ പറയേ. എല്ലാവർക്കും ചിരി വരികയാ. ഭാസ്കരനും ചിരിയോടെ ബേട്ടി അന്തർ ജായി ഹേ എന്ന് വിളിക്കെ അവളും കൂടെ മറ്റുള്ളവരും അകത്തേക്ക് കയറി പോവുകയാണ്. അവളെയും കൊണ്ടവർ തളത്തിലെത്തുമ്പോഴേക്കും ഏക് സെക്കൻഡ് എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോവുകയാണ്. പിന്നീട് നിധി അവിടേക്കൊരു ചെയർ കൊണ്ടുവന്നിട്ട് അവളോട് ബേട്ടോ എന്ന് പറയേ അവളും അതിലേക്ക് ഇരിക്കുകയാണ്. മേ അഭി ആവുങ്കി എന്ന് പറഞ്ഞ് നിധി അടുക്കളയിലേക്ക് പോകെ. വീടെല്ലാം നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ഗർ അച്ഛാ ഹേ എന്ന് ചാന്ദിനിയും പറയും. അതുകൾക്ക് ഈ ഗർ ബഹുത് അച്ഛാ എന്ന് നികേഷും അവളോടായി ചോദിക്കുന്നുണ്ട്. അത് എന്ന് ചാന്ദിനി പറയേ. ഇസ്ലിയെ കഹാ ഇന്ത്യസ് ഫസ്റ്റ് പേഴ്സൺ തൂ ഹേ എന്ന് നികേഷും പറയുന്നുണ്ട്. ചാന്ദിനി അത് കേട്ട് ആലോചനയുടെ ഇരിക്കെ കറക്റ്റ് അല്ലേ എന്ന് നികേഷും ചോദിക്കുക. അച്ഛാ तो मैं भारत की पहली औरत हूँ ऐसे बोली वाली मेरे गाँव में ज्यादा घर इससे छोटी है എന്നൊക്കെ അവൾ പറയേ. കാര്യം മനസ്സിലാവാതെ നിൽപ്പാൻ നികേഷും ഹരീഷും സുഭാഷുമെല്ലാം സുധീഷും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ നാട്ടിലെ മിക്ക വീടുകളും ഇതിനേക്കാൾ ചെറുതാണെന്ന്. അപ്പോഴേക്കും നിധി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി അങ്ങോട്ട് വന്ന് ചാന്ദിനിക്ക് കൊടുത്ത് ചാന്ദിനി പാനി എന്ന് പറയേ. താങ്ക് യു എന്ന് പറഞ്ഞ് അവൾ അത് വാങ്ങിച്ചു കുടിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് അവളോട് ഓരോ കാര്യങ്ങൾ ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ അത് നോക്കി നിൽപ്പാ. പിന്നീട് സുഭാഷ് ചാന്ദിനിയോടായി പറയുകയാ. അതെ, ശരിക്കും ഞാൻ ഇയാൾക്ക് കൂടി ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. തും ഇതർ ഖാനയ്ക്ക് ബാത്ത് പോയാ മതി എന്ന് സുഭാഷ് പറഞ്ഞൊപ്പിക്കെ. ഓക്കെ ഓക്കെ എന്ന് സന്തോഷത്തോടെ ചാന്ദിനി അത് സമ്മതിക്കുക. സുഭാഷ് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് നിധിയും അവന്റെ പുറകെ പോകുന്നുണ്ട്. സുധീഷിന്റെ മൊബൈൽ റിങ് ചെയ്യുമ്പോഴേക്കും അത് അറ്റൻഡ് ചെയ്ത് ബോലെ ബോലെ എന്ന് പറഞ്ഞ് സുധീഷും അവിടുന്ന് പോവുകയാ. നികേഷ് അപ്പോഴേക്കും ചാന്ദിനിയോടായി ചോദിക്കുന്നുണ്ട്, ചാന്ദിനി ബംഗാളിൽ എവിടെയാണെന്ന്. അവൾ കാര്യം മനസ്സിലാവാതെ ബംഗാൾ എന്ന് പറഞ്ഞ് സംശയത്തോടെ ഇരിക്കെ. വീട് എന്ന് നികേഷ് ആംഗ്യത്തിലൂടെ ചോദിക്കുന്നുണ്ട്. കുച്ച് ബീഹാർ എന്നവൾ പറയേ. എടാ ബീഹാറിലല്ല ബംഗാളില് എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ. കുച്ച് ബീഹാർ ബംഗാൾ കാ ഏക് ഡിസ്ട്രിക്ട് ഹേ എന്ന് ചാന്ദിനി പറയേ. ഹരീഷ് ഏട്ടാ കുച്ച് ബീഹാർ ബംഗാളിലാണെന്ന് എന്നവന് പറഞ്ഞു കൊടുത്ത്. അപ്പോ ഹിന്ദിയും ബംഗാളിയും മാലും എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് കുച്ച് സാൽമേം പൂനെമേ രഹത്തെ എന്ന് ചാന്ദിനി പറയുക. പൂനെ അതുകൊണ്ടാണ് ഹിന്ദി എന്ന് നികേഷ് ഹരീഷിനോടായി പറഞ്ഞ് ചാന്ദിനിയോടായി. ചാന്ദിനി ഞാൻ ചാന്ദിനിക്ക് കുറിച്ച് മലയാളം പഠിപ്പിച്ചു തരട്ടെ എന്ന് ചോദിക്കേ. ക്യാ എന്ന് ചാന്ദിനിയും. ഐ വിൽ ടീച്ച് യു മലയാളം എന്ന് നികേഷ് ചോദിക്കേ. ചാന്ദിനി അത് സമ്മതിക്കുക. അങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും കാണിച്ച് നികേഷ് അതിന്റെ മലയാളം പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അത് വീണ്ടും ഇരുന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ചാന്ദിനിയും. ഒരു പണി പുറത്തേക്ക് കൊടുത്താലോ എന്നാലോചിച്ച് നികേഷ് ചാന്ദിനിയോടായി ബാഹർ ഫാദർ സിറ്റിംഗ് എന്ന് പറയേ. ബാഹർ തുമാര ബാപ്പ് എന്ന് ചാന്ദിനിയും ചോദിക്കുക. മലയാളത്തിൽ അച്ഛൻ എന്ന് നികേഷ് പറയേ. അച്ഛൻ എന്ന് ചാന്ദിനി. അച്ഛാ ഹൗ അറിയോ എന്ന് നികേഷ് പറയേ. അച്ഛാ ആപ് കൈസി ഹോ എന്ന് ചാന്ദിനിയും ചോദിക്കുന്നുണ്ട്. അത് മലയാളത്തിൽ പറയട്ടെ എന്ന് നികേഷ് ചോദിക്കേ. ചാന്ദിനിയും അത് സമ്മതിക്കുക. അച്ഛാ നീ ഒരു വിളക്കെണ്ണ എന്ന് നികേഷ് അവളെ പഠിപ്പിക്കേ. ഹരീഷും അമ്പരപ്പോടെ നിൽപ്പാ. അച്ഛാ നീയൊരു വിളക്കെണ്ണ എന്ന് നികേഷ് വീണ്ടും അവളെ പഠിപ്പിക്കുക. എടാ നികേഷെ വേണ്ട എന്ന് ഹരീഷ് വിളിച്ചു പറയുന്നുണ്ട്.
ചാന്ദിനി അവിടെ ഇരുന്ന് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാ. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി ഇത് ചോദിക്കട്ടെ എന്ന് ചന്ദിനി ഹിന്ദിയിൽ ചോദിക്കേ. അവിടെ ചെന്നിട്ടല്ലേ ആവാലോ, ജാവോ എന്ന് നികേഷ് പറയേ. ടീക്ക് ഹേ എന്ന് പറഞ്ഞ് ചാന്ദിനി എണീക്കേ. ജൽദി ജാവോ എന്ന് നികേഷും വിളിച്ചു പറയുന്നുണ്ട്. അച്ഛാ നീയൊരു വിളക്കെണ്ണ എന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചാന്ദിനിയും ഉമ്മറത്തേക്ക് പോവുകയാ. എടാ ഇത് കുഴപ്പാവട്ടോ എന്ന് ഹരീഷ് പറയേ. എന്ത് കുഴപ്പം, ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞ് നികേഷും ഹരീഷിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോവുകയാ. ഉമ്മറത്ത് ബീഡിയും വലിച്ചു നിൽക്കുകയായിരുന്ന അച്ഛൻ്റെ അരികിലേക്ക് ചാന്ദിനി എത്തി. അച്ഛാ എന്ന് വിളിക്കേ. ക്യാബേട്ടി എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ഉമ്മറ വാതിക്കൽ അവരെ ഒളിഞ്ഞു നോക്കി നിൽപ്പാൻ നികേഷും ഹരീഷും. അച്ഛാ നീയൊരു വിളക്കെണ്ണ എന്നവൾ പറയുന്നത് കേട്ട് പൊട്ടിച്ചിരിക്കുക ഹരീഷും നികേഷും. പാവാടാ എന്ന് ഹരീഷ് പറയേ. ചുമ്മാ ഇരിക്കേട്ടാ, ഒരു കോമഡിയുള്ള അവസരം കളയാൻ പറ്റുമോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അമ്പരപ്പോടെ എന്ത് എന്ന് അച്ഛൻ ചോദിക്കേ. അച്ഛാ നീയൊരു വിളക്കെണ്ണ എന്ന് ചാന്ദിനി വീണ്ടും പറയുകയാ. അത് കേൾക്കെ അച്ഛനും ദേഷ്യത്തോടെ ആരോടാ നീ സംസാരിക്കുന്നതെന്നറിയോ? അപ്പൊ നിനക്ക് മലയാളം അറിയല്ലേ? വിളക്കെണ്ണ ആരാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? മുഖത്ത് നോക്കി അവളുടെ ഒരു ചോദ്യം. എന്നൊക്കെ അച്ഛൻ അവളോട് ദേഷ്യപ്പെടുന്നത് കേൾക്കെ സുഭാഷും പുറകെ നിധിയും അങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അത് കേട്ട് പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഹരീഷിനോടും നികേഷിനോടും എന്താടാന്ന് ചോദിച്ച് സുഭാഷ് ചാന്ദിനിയുടെ അരികിലേക്ക് നടന്നു ചെന്ന് എന്താ പ്രശ്നം എന്ന് ചോദിക്കേ. കേരളത്തിലേക്ക് വന്ന അതിഥി തൊഴിലാളിയല്ലേന്ന് കരുതി രാഷ്ട്രഭാഷയിൽ മര്യാദയോടെ ഇവളെ അകത്തേക്ക് കയറ്റി ഇരുത്തിയപ്പോ അവൾ തനി മലയാളത്തിൽ എനിക്കിട്ട് പണി തരാൻ വന്നിരിക്കുന്നു. എവിടുന്ന് ഇത് പഠിച്ചേ? എയ്സെ സാബ് തുനെ ക്യാ ഹേ സീഖ് ഹേ ഏക്ക് ഗാലി ഹേ എന്നച്ഛൻ പറയേ. ഖാലി എന്ന് ചോദിച്ച അമ്പരപ്പോടെ നികേഷിനെയും ഹരീഷിനെയും നോക്കുകയാ ചാന്ദിനി. അവൾ വെപ്രാളത്തോടെ ഭാസ്കരനോടായി പറയുന്നുണ്ട്. അച്ഛാ ഹൗ ആർ യു, മേരെ മത്ലബ് ഏതാ എന്നവൾ പറയുന്നത് കേൾക്കെ. ഓ എനിക്ക് സുഖാണോന്ന് ചോദിക്കാൻ പഠിപ്പിച്ചു വിട്ടതാ അല്ലേടാ എന്ന് നികേഷിനോടും ഹരീഷിനോടും അച്ഛൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. സുഭാഷേ നീ സൂക്ഷിച്ചോ, നിനക്കിട്ടും ഇവന്മാർ പണിയും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അന്യനാട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞവൾക്ക് അച്ഛൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തും കൈസേ ഹോ, മലയാളം നിങ്ങൾക്ക് സുഖമാണോ? സംജ എന്നച്ഛൻ പഠിപ്പിക്കുന്നത് കേട്ട് ഓ ഒരു ഹിന്ദി മാഷ് എന്ന് നികേഷും പറയുന്നുണ്ട്. ഇവന്റെ അടുത്തുനിന്നൊക്കെ മലയാളം പഠിച്ചാലേ നിന്നെ ഈ നാട്ടുകാർ മുഴുവൻ തല്ലി ഒടിച്ചെന്ന് വരും കേട്ടോ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവുകയാണ്. അത് കേൾക്കെ ടെൻഷനോടെ നിൽക്കുന്ന ചാന്ദിനിയുടെ അരികിലേക്ക് നിധി ചെന്ന് സാരമില്ല കോയി ബാത്ത് നഹി വായെന്ന് വിളിച്ച് അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. വാതിൽക്കൽ നിൽക്കുന്ന നികേഷിനെയും ഹരീഷിനെയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവളും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. നികേഷിന്റെ ചെവി പിടിച്ച് തിരുമ്മിക്കൊണ്ട് നിനക്കൊന്ന് ചുമ്മാ ഇരുന്നൂടെ നികേഷേ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുക. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ എന്ന് ഹരീഷ് പറയേ. എടാ ഒരു കാര്യം ഒരാളെ പഠിപ്പിക്കുമ്പോ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും അയാൾ അത് ഉപയോഗിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. മാറി നിൽക്കിങ്ങോട്ടെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനും അകത്തേക്ക് കയറി പോവുകയാണ്. തമാശ ഉണ്ടാക്കാൻ പോയിട്ട് ഇപ്പൊ എന്തായെന്ന് ഹരീഷ് ചോദിക്കേ. നല്ലതല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. പിന്നീട് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കയറാനെത്തുന്ന തോമസ് ചേട്ടന്റെ അരികിലേക്ക് സുധീഷ് വരികയാ. ഞാൻ ട്രാവൽസിൽ പോയിരുന്നു എന്ന് സുധീഷ് പറയേ. എന്തിന്, നിനക്ക് കാശ് വല്ലതും വേണോ എന്ന് തോമസ് ചേട്ടനും. കാശല്ല തോമസ് ചേട്ടാ പ്രശ്നം, ഒരു ജോലി ഇല്ലാത്തതാ പ്രശ്നം എന്നവൻ ടെൻഷനോടെ പറയേ. ഒരു മാസത്തെ കാര്യമല്ലേ, അത് കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടില്ലേ എന്ന് തോമസ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. അതുവരെ ഞാൻ എന്ത് ചെയ്യുമെന്നാ തോമസ് ചേട്ടൻ പറയുന്നേ എന്ന് സുധീഷ് ചോദിക്കേ. ചെന്ന് ഭാര്യയുടെ കൂടെ വീട്ടിൽ തന്നെ കൂടിക്കോ എന്ന് തോമസ് ചേട്ടൻ പറയേ. തമാശ വിട് തോമസ് ചേട്ടാ, എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യോ സസ്പെൻഡ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ലെന്നേ. അത് മാത്രമല്ല RTO അല്ല, പോലീസാണത് വാങ്ങി വെച്ചിരിക്കുന്നത്. ഒറിജിനൽ എന്റെ വീട്ടിലിരിക്കുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു എന്നങ്ങ് വിചാരിച്ച പോരെ എന്ന് സുധീഷ് ചോദിക്കേ. എന്നിട്ട് എന്ന് തോമസ് ചേട്ടനും. അത് കോപ്പി വെച്ചിട്ട് വണ്ടി ഓടിക്കാലോ എന്ന് സുധീഷ് പറയേ. അത് ശരി, നീ എന്നെ കൂടി കുഴപ്പത്തിലാക്കി അടങ്ങുമല്ലേ എന്ന് തോമസ് ചേട്ടനും ചോദിക്കുക. ആരും അറിയാൻ പോകുന്നില്ല തോമസ് ചേട്ടാ എന്ന് സുധീഷ് പറയേ. ഏയ് ആരും അറിയാൻ പോകുന്നില്ല, ഒന്ന് പോടാപ്പാന്ന് തോമസ് ചേട്ടനും. തോമസ് ചേട്ടാ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷ് വീണ്ടും യാചിക്കേ. സുധീഷേ, അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരോട് കാണിക്കുന്നതിലും കൂടുതൽ അടുപ്പം നിന്നോട് കാണിക്കുന്നെന്നും നിനക്ക് കൂടുതൽ സ്വാതന്ത്ര്യം തരുന്നെന്നും പറയുന്ന ഡ്രൈവേഴ്സ് ഉണ്ട്. ലൈസൻസ് പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്ന കാര്യം അവർക്ക് എല്ലാവർക്കും അറിയാം. നീ കള്ളത്തരവും കൊണ്ട് വന്നാൽ അവര് തന്നെ വിളിച്ച് പോലീസിൽ പറയും. അതോടെ എനിക്ക് പണിയാവും. ആ SP നേരിട്ട് ഇടപെട്ട കേസാ. എനിക്ക് വയ്യ മോനെ പുലിവാല പിടിക്കാൻ. ഒരു മാസം നീ സഹിക്കേ, അതുവരെ ഞാൻ ആ വണ്ടി വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് തോമസ് ചേട്ടൻ പറയേ. അയ്യോ തോമസ് ചേട്ടാ, വേറെ കൊടുക്കേ. അത് വാങ്ങിച്ചപ്പോ മുതൽ ഞാൻ മാത്രമല്ലേ അത് ഓടിച്ചിട്ടുള്ളൂ, അത് വേറൊരാൾക്ക് കൈമാറാന്നൊക്കെ പറഞ്ഞാ എന്ന് സുധീഷ് ടെൻഷനോടെ പറയേ. ഒന്ന് പോടാവേ, നിനക്ക് വേണ്ടി ഞാൻ അതൊരു മാസം ഷെഡിൽ കയറ്റിയിടാം. നിനക്ക് വേണ്ടി ഒരു മാസം കാത്തു നിൽക്കാൻ അത് നിന്റെ ഭാര്യയൊന്നുമല്ലല്ലോ, വണ്ടിയല്ലേ, അതുവരെ ആമ്പിള്ളേർ ഓടിച്ചോളും. നീ പോയി ഒരു മാസം കഴിഞ്ഞു വാ, കാശിന് വല്ല ആവശ്യമുണ്ടേ പറ, ഞാൻ തരാം. ശരിയെന്ന് പറഞ്ഞ് തോമസ് ചേട്ടൻ കാറിൽ കയറി പോവുകയാണ്. ആകെ ടെൻഷനോടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ എന്തൊരു കഷ്ടമാണ് ഈശ്വര എന്നും പറഞ്ഞ് നിൽപ്പാ സുധീഷും. പിന്നീട് രാത്രിയാകുമ്പോൾ തളത്തിരുന്ന് നിധിയും കൂട്ടരും ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല മയമുള്ള ചപ്പാത്തി എന്ന് നികേഷ് പറയേ.
അതുകൊണ്ട് എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. ഈ നോർത്തിലൊക്കെ ചപ്പാത്തിക്കൊപ്പം ദാൽക്കറിയാ ഉണ്ടാവുക എന്ന് നികേഷ് പറയേ. സുധീഷിനെ കണ്ടില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അവൻ വിളിച്ചിരുന്നു, ഉടനെ വരും. നിനക്ക് വണ്ടി ഇഷ്ടായോ മോളെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. പിന്നെ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി, ഒരു വണ്ടിയും കൊണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് സുഭാഷ് ഏട്ടനോടായി പറഞ്ഞ് ഹരീഷെ വണ്ടിക്ക് എത്രയായിന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അയ്യോ അത് സുധീഷ് ഏട്ടനെ അറിയുമെന്ന് ഹരീഷ് പറയേ. ഹരീഷിന്റെ വർക്ക്ഷോപ്പ് മുഖേനയല്ലേ വണ്ടി വാങ്ങിയത്, അപ്പോ വില ഹരീഷിന് അറിയില്ലേ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. അല്ല അതിപ്പോ അറിഞ്ഞിട്ട് എന്തിനാ മോളെയെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്ന് നിധി ചോദിക്കേ. ഞങ്ങൾ എങ്ങാനും അത് പറഞ്ഞു എന്നറിഞ്ഞാ സുധീഷ് ഞങ്ങളെ വെച്ചേക്കത്തില്ല. ഒരു കാര്യം ചെയ്യേ, നീയായിട്ട് നേരിട്ട് ചോദിച്ചോ എന്ന് സുഭാഷ് ഏട്ടൻ. എന്നാലും എനിക്ക് വേണ്ടി ഇത്രയും പണം മുടക്കിയിട്ട് എന്ന് നിധി ചോദിക്കേ. മോളെ അതേക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട, നമുക്കാദ്യം ഭക്ഷണം കഴിക്കാം എന്ന് സുഭാഷ് പറയേ. സുഭാഷ് ഏട്ടൻ ഒരു വണ്ടി വാങ്ങിച്ചൂടെ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. എനിക്കെന്തിനാ മോളെ വണ്ടി, ഇനി ഈ വീട്ടിൽ വണ്ടി വാങ്ങാൻ പോണതേ നികേഷിനാ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ. വാങ്ങുമെന്ന് പറഞ്ഞ പോരാ, എന്ന് വാങ്ങി തരുമെന്ന് കൂടി പറയണമെന്ന് നികേഷും. വാങ്ങാടാ എന്ന് സുഭാഷ് പറയേ. എപ്പോ എന്ന് നികേഷും. നമുക്ക് അടുത്ത പിറന്നാളിന് വാങ്ങിക്കാം പോരെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ. ഹാപ്പിയായി എന്ന് ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴാണ് പുറത്തേക്ക് പോയ സുധീഷ് അങ്ങോട്ട് കയറി വരുന്നത്. ഉമ്മറത്തെത്തുന്ന അവൻ സന്തോഷത്തോടെ ഫുഡ് കഴിച്ചിരിക്കുന്ന നിധിയെയും കൂട്ടരെയും കണ്ട് ടെൻഷനോടെയും ദേഷ്യത്തോടെയും അവരെ നോക്കി നിൽക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ടെൻഷൻ സഹിക്കാനാവാതെ സുധീഷ് ബാറിൽ പോയിരുന്ന് തോമസ് ചേട്ടനുമൊത്ത് മദ്യപിക്കുന്നതും തന്റെയും നിധിയുടെയും കല്യാണത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ തോമസ് ചേട്ടനോട് പറയുന്നതും നിയമപരമായി കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന് തോമസ് ചേട്ടൻ അവനെ ഉപദേശിക്കുന്നതും വീട്ടിലെത്തിയ സുധീഷിനെ അച്ഛനും നിധിയും ഒത്ത് ജീവിക്കുന്നതിനെ പ്രേരിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതും മദ്യപിച്ച സുധീഷ് നിധിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.